ഈയിടെയായി വിവാഹത്തെ കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പോ സിനിമാ നടനുമാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള എന്റെ വിവാഹത്തെ കുറിച്ചൊരു വാർത്തയൊക്കെ വന്നാൽ ആ വാർത്തയ്ക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. അപ്പം കല്യാണപ്രായമായ സ്ഥിതിക്ക്, കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് വാർത്ത വരും. സത്യമാണ്, ഇങ്ങനെ കല്യാണ ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട്. എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു വധു ഇനിയും വന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ജാതകത്തിന്റെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് ഒത്തുവരുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിക്കും. കല്യാണം ഒന്നല്ലേ പറ്റുള്ളൂ, ഒരിക്കലല്ലേ പറ്റൂ. അപ്പൊ അത് എൻ്റെ ആഗ്രഹത്തിന് ഒത്തൊരു പെൺകുട്ടിയായിരിക്കണമെന്ന് വലിയ നിർബന്ധമുണ്ട്. അപ്പൊ അതും പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, സങ്കല്പത്തിലെ വധു. അപ്പൊ അതിനകത്തൊക്കെ പറഞ്ഞൊക്കെ സത്യമൊക്കെ തന്നെയാണ്. എണ്ണ തേച്ച് കുളിക്കുന്ന, ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒന്നും ഇടാത്ത, പിന്നെ ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത, വലിയ ഒരു മോഡ് ലൈഫൊന്നും ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം. അതിനോടൊന്നും ഒരു ക്രേസും ഉണ്ടാവാൻ പാടില്ല, ഒരു കമ്പവും ഉണ്ടാവാൻ പാടില്ല. നേരെ മറിച്ച് സാരിയൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ ഒരു ചുരിദാറൊക്കെ ഇട്ട്, പിന്നെ എന്നും കുളിച്ച്, എണ്ണ തേച്ച് കുളിച്ച്, തുളസിക്കതിരൊക്കെ ചൂടി, എന്താണ് പത്രത്തിൽ എഴുതിയ പോലെ, അത് ഞാൻ പറഞ്ഞതല്ല, സീതയെ പോലെ പതിവ്രതയും ഒക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് എൻ്റെ സങ്കല്പത്തിലുള്ളത്. എവിടെ ചെന്നാലും ആരാധകരൊക്കെ ധാരാളം കൂടുമല്ലോ, ചിലരൊക്കെ കൂവുകയും ചെയ്യും. എന്താ തോന്നുന്നു? ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. ചില ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കൈയടിക്കാൻ ആളുണ്ടാവും. ഒരു വിഭാഗം ഈ കയ്യടി സഹിക്കറിയാതെ കൂവും. ഈ കൂവലിന്റെ പിന്നിൽ യാതൊരു ഉദ്ദേശവും ഇല്ല. ഇപ്പോ വഴിയിൽ കൂടി പോകുന്ന ഏതൊരു സാധാരണക്കാരനെയും പോലെ ഞാനും ഒരു സാധാരണക്കാരനാണ്. എന്നെ എന്തിനു കൂവണം? കൂവുന്നതിന് യാതൊരു കാര്യമില്ല. ഞാൻ എൻ്റെ ശരീര ഭാഗങ്ങളെല്ലാം വസ്ത്രങ്ങൾ ധരിച്ച് മറച്ചൊക്കെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ എന്തിനു കൂവണം? ആ കൂവലിന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അർത്ഥം, കൂവുന്ന ആളിന്റെ ഒരുതരം കോംപ്ലക്സ് മാത്രമാണ്. കൈയടിക്കുന്നത് സന്തോഷപ്രകടനമാണ്. എവിടെ ഒരു സ്റ്റേജിലെ പെർഫോമൻസ് കണ്ട് നമ്മൾ കൈയടിക്കും, അത് റെക്കഗ്നിഷനാണ്. ഞാൻ കൈയടി വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും കൂവലുകൾ കോംപ്ലക്സ് ആണ്, കൂവിയാളിന്റെ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കി സന്തോഷിക്കുകയും ചെയ്യും. മലയാളത്തിലെ നമ്പർ 1 ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ ഇത് സിനിമയാണ്. ആരൊക്കെ നമ്പർ 1 ആകും, ആകത്തില്ല എന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ആവില്ല. അതൊക്കെ ഒരു തലയിലെഴുത്താണ്. പിന്നെ പ്രേക്ഷകർ വളരെയധികം, അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ലെവൽ ഉണ്ടാവും. ആ ലെവൽ അനുസരിച്ചിരിക്കും ഈ നമ്പർ 1 ആവുകയും നമ്പർ 2 ആവുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു നടനെന്ന നിലയിൽ എന്താണ് ഏറ്റവും വലിയ മോഹം? ഒരു ഓസ്കാറും ഭാരത് അവാർഡും ഒന്നും മോഹങ്ങളല്ല. എന്നാൽ എൻ്റെ മോഹങ്ങൾ അത്ര കൊച്ചുമല്ല. ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടണം. അതിനുവേണ്ടി നല്ല കുറെ പടങ്ങൾ കിട്ടണം. നല്ല പടങ്ങളായ പോരെ, നല്ല കഥാപാത്രങ്ങൾ കിട്ടണം. അത് വർക്ക് ചെയ്യാനുള്ള നല്ല മൂഡുണ്ടാവണം. അങ്ങനെ വർക്ക് ചെയ്യാനുള്ള നല്ല മൂഡുണ്ടാവണമെങ്കിൽ കുടുംബകാര്യങ്ങളൊക്കെ നല്ല ലെവലിൽ പോകണം. അപ്പം ബേസിക്കലായിട്ട് പറഞ്ഞാൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത ഒരു ഫാമിലി ഉണ്ടാവണം. എൻ്റെ ബേസിക്കലായിട്ടുള്ള മോഹം അതാണ്. നല്ലൊരു കുടുംബം അതുണ്ടാവും, ബാക്കിയെല്ലാം ഉണ്ടാവും.